ഈ സഹോദരന്മാരെ, നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട വിശദമായ കാര്യങ്ങൾ ഇവിടെ സംസാരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ കഴിഞ്ഞ നവംബർ 18-നാണ് മഞ്ചേശ്വരത്ത് നിന്ന് ഈ നവകേരള യാത്ര ആരംഭിച്ചത്. ഇന്ന് ഇവിടെ കോട്ടയത്ത് ഇന്നത്തെ പരിപാടി സമാപിക്കുമ്പോൾ നമ്മുടെ നാടിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഒരേ വികാരത്തോടെയാണ് ജനങ്ങൾ ഈ പരിപാടിയെ നെഞ്ചേറ്റിയിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി പതിനായിരങ്ങളാണ് ഓരോ പരിപാടിയിലും ഒഴുകിയെത്തുന്നത്. അത് ഒരു കാര്യത്തിൽ ഉറപ്പുണ്ടാക്കുകയാണ്. അതായത് നമ്മുടെ ഭാവി കേരളം ഭദ്രമായിരിക്കുമെന്നത്. ഒരുമയോടെയും ഐക്യത്തോടെയും കഴിയുന്ന ജനതയുള്ള ഒരു നാടിനെ ആർക്കും തകർക്കാനാവില്ല. ഏത് പ്രതിസന്ധിയും ആ നാട് അതിജീവിക്കും. നമ്മൾ നേരത്തെ അത് രാജ്യത്തിൻ്റെ മുന്നിലും ലോകത്തിൻ്റെ മുന്നിലും തെളിയിച്ചതാണ്. നൂറ്റാണ്ടിലെ മഹാപ്രളയം നാം നേരിട്ടപ്പോൾ കേരളം തകർന്നടിഞ്ഞു പോകുന്നല്ലോ എന്ന് ആശങ്കപ്പെട്ടവരും നമ്മളെ സ്നേഹിക്കുന്ന മനസ്സുള്ളവർ വല്ലാതെ വേദനിച്ചതുമായ ഘട്ടമായിരുന്നു. ആ ഘട്ടത്തിൽ നല്ല നിരക്ക് നമുക്ക് സഹായം ലഭിക്കേണ്ടിയിരുന്നത് കേന്ദ്ര സർക്കാരിൽ നിന്നാണ്. പക്ഷേ അർഹമായ സഹായം പോലും നിഷേധിക്കുന്ന നിലയാണെടുത്തത്. സാധാരണ നിരക്ക് പ്രത്യേക പാക്കേജുകൾ അനുവദിച്ച് നമ്മെ സഹായിക്കേണ്ട ഘട്ടമായിരുന്നു. അവിടെയാണ് അർഹമായതുപോലും നിഷേധിക്കുന്ന നിലപാട് എടുത്തത്. ഇത് മാത്രമല്ല നമുക്ക് അനുഭവിക്കേണ്ടി വന്നത്. നമ്മെ സഹായിക്കാൻ തയ്യാറായി ചില രാഷ്ട്രങ്ങൾ മുന്നോട്ട് വന്നു. ആ രാഷ്ട്രങ്ങൾ സഹായിക്കാൻ തയ്യാറായപ്പോൾ ഞങ്ങൾ സഹായം സ്വീകരിക്കില്ല എന്ന നിലപാട് ഇന്ത്യ ഗവൺമെൻറ് എടുത്തു. രാജ്യത്ത് ആദ്യമായി പ്രകൃതി ദുരന്തം നേരിടുന്നൊരു സംസ്ഥാനമല്ല കേരളം. നേരത്തെ പലയിടങ്ങളിലും പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലൊന്ന് ഗുജറാത്തായിരുന്നു. അന്നവിടെ മുഖ്യമന്ത്രിയായിരുന്നത് ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു. പ്രകൃതി ദുരന്തം ബാധിച്ച ആ നാടിനെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ സഹായിക്കാൻ തയ്യാറായി. ആ സഹായം രാജ്യം സ്വീകരിച്ചു, സംസ്ഥാനവും സ്വീകരിച്ചു. അദ്ദേഹം പ്രധാനമന്ത്രിയായിരിക്കുമ്പോഴാണ് നമ്മൾ ഈ ദുരന്തം നേരിട്ടത്. അപ്പോഴാണ് പുറത്തുനിന്നുള്ള ഒരു സഹായവും സ്വീകരിക്കില്ല എന്ന നിലപാട്
ഇന്ത്യ ഗവൺമെൻറ് സ്വീകരിച്ചത്. ഇത് മാത്രമാണോ? നമ്മുടെ ഇത്തരമൊരു ഘട്ടത്തിൽ നമ്മുടെ സഹോദരങ്ങൾ ഒട്ടേറെ വിദേശ രാഷ്ട്രങ്ങളുള്ളതുകൊണ്ട് അവർ പറഞ്ഞു, ഞങ്ങൾക്ക് സഹായിക്കാൻ പറ്റും, നിങ്ങളാരെങ്കിലും മന്ത്രിമാരാരെങ്കിലും ഇവിടെ വന്നാൽ ആ സഹായത്തിന് നല്ല ആക്കം കൂട്ടും. ഞങ്ങളത് തീരുമാനിച്ചു. ഒരു മന്ത്രിക്ക് വിദേശ സന്ദർശനം നടത്തണമെങ്കിൽ കേന്ദ്ര അനുമതി വേണം. കേന്ദ്രത്തോടത് ചോദിച്ചു. കേന്ദ്രം അനുമതി നിഷേധിച്ചു. അപ്പോൾ എന്താണ്? കേരളം രക്ഷപ്പെടേണ്ടതില്ല എന്ന വികാരം. ഇത്തരം സഹായങ്ങൾ തടയുമ്പോൾ ഇന്ത്യ ഗവൺമെൻറ് സഹായം നല്ലതുപോലെ കിട്ടിയെങ്കിൽ ഞങ്ങൾ സഹായിച്ചല്ലോ എന്ന് അവർക്ക് പറയായിരുന്നു. അതുണ്ടായുമില്ല. എങ്ങനെയാണ് ഇവർ രക്ഷപ്പെടുക എന്നത് കാണട്ടെ എന്ന മനോഭാവം. അപ്പോൾ എല്ലാവരും കേരളത്തെ സ്നേഹിക്കുന്നവരാകെ വേദനിച്ചു. ഈ നാട് രക്ഷപ്പെടില്ലാലോ, തകർന്നു പോകുമല്ലോ. പക്ഷേ നമുക്ക് തകരാൻ പറ്റുമായിരുന്നില്ല. നമുക്ക് അതിജീവിച്ചേ പറ്റുമായിരുന്നുള്ളൂ. കാരണം നമ്മുടെ നാടിന് മുന്നോട്ട് പോകണമായിരുന്നു. പിന്നീട് നമ്മുടെ അതിജീവനം കണ്ടപ്പോൾ രാജ്യവും ലോകവും അത്ഭുതാതരങ്ങളോടെയാണ് നമ്മെ നോക്കിക്കണ്ടത്. എങ്ങനെ ഈ നാടിന് ഇത്തരത്തിൽ അതിജീവിക്കാനായി എന്നതാണ് അവരെ അത്ഭുതപരന്തരാക്കിയത്. അതിനൊരു കാരണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: നമ്മുടെ ജനങ്ങളുടെ ഒരുമയും ഐക്യവും. അതാണ് പറഞ്ഞത്, ഒരുമയും ഐക്യവുമുള്ള ഒരു ജനത ഉള്ള നാടിന് ഏത് പ്രതിസന്ധിയും അതിജീവിക്കാനാകുമെന്ന്. ഇത്തരം ഘട്ടങ്ങളിൽ നമ്മുടെ നാട് ഒന്നിച്ചു നിൽക്കേണ്ടതാണ് എന്നതിൽ ആർക്കും സംശയമുണ്ടാകില്ല. പക്ഷേ അന്ന് തൊട്ട് ഇതേവരെയുള്ള വിവിധ കാലയളവിൽ നമ്മുടെ നാടിനെ ഇത്തരം ഘട്ടങ്ങളിൽ ഭിന്നമായ ഒട്ടേറെ സ്വരങ്ങൾ കേൾക്കേണ്ടതായി വന്നിട്ടുണ്ട്. അത് ഒരുമയെ തകർക്കാനുള്ള നീക്കമായിരുന്നു. കഴിയാവുന്നത്ര ഭിന്നത ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടെയായിരുന്നു. ഇതിൻ്റെ തന്നെ വേറൊരു ഘട്ടം നമ്മുടെ നാട് മാത്രമല്ല രാജ്യമാകെ വലിയ സാമ്പത്തിക പ്രയാസം, കോവിഡ് ഘട്ടം. അപ്പോൾ സ്വാഭാവികമായി രാജ്യത്ത് പലയിടങ്ങളിൽ ശമ്പളം പോലും കൊടുക്കാൻ കഴിയാത്ത അവസ്ഥ. ആ കാലത്ത് നമുക്കും വലിയ സാമ്പത്തിക പ്രയാസമുണ്ടായി. ആ സാമ്പത്തിക പ്രയാസം പരിഹരിക്കുന്നതിന് നമ്മളൊരു വഴിയായി കണ്ടത് കുറച്ച് വായ്പ എടുക്കുക. ആ വായ്പ നാട്ടിൽ തന്നെ എടുക്കുക. നമ്മുടെ ജീവനക്കാരോട് ഒരു അഭ്യർത്ഥന നടത്തി, നിങ്ങൾ 1 മാസത്തെ ശമ്പളം സർക്കാരിന് വായ്പയായി നൽകണം. ശമ്പളം അവർക്ക് കൃത്യമായി കൊടുക്കും, 1 മാസത്തെ ശമ്പളം വായ്പയായി നൽകണം. 1 മാസത്തേത് ഒന്നിച്ച് നൽകാൻ പ്രയാസമുണ്ടെങ്കിൽ ഗഡുക്കളായിട്ട് നൽകാം.
ജീവനക്കാർക്ക് പൊതുവെ സന്തോഷം, സഹകരിക്കാൻ നല്ല മനസ്സും. അപ്പോഴതാ UDFിൻ്റെ പ്രഖ്യാപനം വരുന്നു. ഇതുമായി ഞങ്ങൾ സഹകരിക്കില്ല. നല്ല എതിർപ്പ്. സാലറി ചാലഞ്ച് ആയിരുന്നു, സാലറി ചാലഞ്ച് എന്നായിരുന്നു അതിന് പേരിട്ടത്. എതിർക്കുക മാത്രമല്ല, കോടതിയിലും പോയി. എന്തായിരുന്നു അതിൻ്റെ ഉദ്ദേശം? കേരളം രക്ഷപ്പെടരുത് എന്നത് തന്നെ. അപ്പോൾ കേരളത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ നേരത്തെ മുതൽ BJPയും കോൺഗ്രസും സ്വീകരിച്ചു വരുന്ന സമീപനം ഒരേ മനസ്സോടെയുള്ളതാണ്. അത് കേരളം മുന്നോട്ട് പോകാൻ പാടില്ല. ഒരു നാടെന്ന നിലക്ക് നമുക്ക് മുന്നോട്ട് പോകാനായില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? സ്വാഭാവികമായി നാം പുറകിലാവും. അതിന് സംശയമില്ലല്ലോ. ഇപ്പോൾ പല ഘട്ടത്തിൽ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് കേൾക്കാറുണ്ട്, ഈ പരിപാടി ഇപ്പോൾ വേണ്ട എന്നത് നമ്മുടെ കേരളത്തിൽ അംഗീകരിക്കപ്പെട്ടിരുന്നുവെങ്കിൽ കേരളം ഇന്ന് കാണുന്ന പല പുരോഗതിയും നേടുമായിരുന്നോ? ആകെ നേടിയ പുരോഗതിയുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. തകർന്നടിഞ്ഞു കിടക്കുന്നൊരു കേരളത്തെ നമ്മൾ കണ്ടതാണല്ലോ 2016. അന്നിവിടെ ഒന്നും നടക്കില്ല എന്നൊരു ചിന്തയാണല്ലോ ഉണ്ടായിരുന്നത്. അതിൽ മാറ്റം വന്നില്ലേ? നേരത്തെ ദേശീയപാതയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കേരളീയർക്ക് കഴിയുമായിരുന്നില്ലല്ലോ. നാട്ടുകാരുടെ കുറ്റമല്ല, നടപ്പാക്കാൻ കഴിയില്ല. സർക്കാർ അതിനെതിര്, ഇവിടെയൊന്നും നടക്കില്ല, ഇതായിരുന്നില്ലേ നാട്ടുകാരുടെ ചിന്ത. ഇപ്പോ ആരെങ്കിലും അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? ദേശീയപാത അത് യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയല്ലേ. ഗെയിൽ പൈപ്പ് ലൈൻ, ഗെയിലുകാർ ഓഫീസും പൂട്ടി സ്ഥലം വിട്ടതായിരുന്നില്ലേ? ഇപ്പോ ആ പൈപ്പിലൂടെ ഗ്യാസ് പോവുകയാണല്ലോ. മംഗലാപുരം വരെ എത്തിയെന്ന് മാത്രമല്ല, കേരളത്തിലെ അടുക്കളയിൽ പാചകവാതകമായിട്ട് ആ ഗ്യാസ് എത്തുകയാണല്ലോ. വലിയ തോതിൽ നമ്മളത് ഉപയോഗിക്കാനാണല്ലോ പോകുന്നത് പലതരത്തിൽ. ഓർമ്മയില്ലേ എടമൺ കൊച്ചി പവർ ഹൈവേ? ഈ ജില്ലയിലാണല്ലോ സ്തംഭിച്ചു പോയിരുന്നത്. പിന്നെ ഒരു സെന്റിമീറ്റർ മുമ്പോട്ട് പോകില്ല എന്ന് കണ്ടപ്പോഴാണല്ലോ എല്ലാ അഭ്യർത്ഥനയും ബദിരകർണങ്ങളിൽ പതിക്കുന്നു. ഇനി ഇവിടെ നിൽക്കേണ്ടതില്ല. ആ ധാരണയിലല്ലേ പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫീസും പൂട്ടി സ്ഥലം വിട്ടത്. ഇപ്പോഴോ ആ ലൈനിലൂടെ വൈദ്യുതി പ്രവഹിക്കല്ലേ. 2016 അതേ അവസ്ഥ നിലനിന്നാൽ ഇപ്പൊ വേണ്ട എന്ന നിലയുണ്ടായാൽ ഈ കാര്യങ്ങൾ സംഭവിക്കുമായിരുന്നോ? കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ വന്ന മാറ്റം, കേരളത്തിലെ ആരോഗ്യരംഗത്ത് വന്ന മാറ്റം, കേരളത്തിലെ കാർഷിക രംഗത്ത് വന്ന മാറ്റം, കേരളത്തിലെ മൃഗസംരക്ഷണ രംഗത്ത്, ക്ഷീരരംഗത്ത് വന്ന മാറ്റം, എന്തെല്ലാം മാറ്റങ്ങൾ, ഏതെല്ലാം രീതിയിലുള്ള മാറ്റങ്ങൾ. നമ്മുടെ നാട് ഒരു വ്യവസായ നാടല്ലല്ലോ. വ്യാവസായിക രംഗത്ത്
വലിയ പുരോഗതി നമുക്ക് നേടാൻ കഴിയുന്നില്ല എന്നായിരുന്നല്ലോ. പക്ഷേ 2016 ശേഷം കേരളം കാണുന്നത് എന്താണ്? ഒട്ടേറെ ബഹുരാഷ്ട്ര കമ്പനികളടക്കം നമ്മുടെ നാട്ടിലേക്ക് വരുന്നു. ഇവിടെ തന്നെ നല്ല രീതിയിൽ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നു. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണല്ലോ ഒരു വർഷം 1,00,000 സംരംഭങ്ങളാകാം എന്ന് നിശ്ചയിച്ചത്. ഒരു വർഷമായപ്പോൾ 1,40,000 ആ കോട്ട വർദ്ധിച്ചത്. എത്ര വലിയ മാറ്റമാണ് കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്! ഏതെല്ലാം തരത്തിലുള്ള മാറ്റം! ആ 1,40,000-ഓളമുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് 1000 സ്ഥാപനങ്ങളെ 100 കോടിയുടെ ആസ്തിയുള്ള ഓരോ സ്ഥാപനമാക്കി മാറ്റാനുള്ള പ്രവർത്തനങ്ങളിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. നമ്മുടെ നാടിൻ്റെ മാറ്റമല്ലേ ഇത് കാണിക്കുന്നത്? ഇപ്പോൾ വേണ്ട എന്ന നിലയെടുത്തിരുന്നെങ്കിൽ സംഭവിക്കുമായിരുന്നോ? കേരളത്തിലെ യുവജനങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതാണ് IT മേഖലയിലെ കുതിപ്പ്. IT മേഖല വലിയ തോതിലല്ലേ വികസിച്ചു വരുന്നത്. 2 പുതിയ IT പാർക്കുകൾ കൂടി വരികയാണ്. നിലവിലുള്ള IT പാർക്കുകളിലെ IT സ്പേസ് നല്ലതുപോലെ വർദ്ധിച്ചിരിക്കുകയാണ്. പുതിയ സ്ഥാപനങ്ങൾ നിരവധി ലോകപ്രശസ്തമായ സ്ഥാപനങ്ങളടക്കം വരികയാണ്. നമ്മുടെ രാജ്യത്ത് തന്നെ വലിയ കുതിപ്പ് IT രംഗത്ത് ഉണ്ടാവുകയാണ്. സ്റ്റാർട്ടപ്പ് അതിന് രാജ്യത്തിന് മാതൃകയായി കേരളം നിൽക്കുന്നു. ഏഷ്യയിലെ തന്നെ ഏറ്റവും മികവാർന്ന സ്റ്റാർട്ടപ്പ് കേരളത്തിലേതാണ് എന്ന് വന്നിരിക്കുന്നു. ലോകത്തിൻ്റെ തന്നെ അംഗീകാരം കേരള സ്റ്റാർട്ടപ്പ് നേടിയെടുക്കുന്നു. ഇതെല്ലാം 2016 അതേ അവസ്ഥയാണ് തുറന്നിരുന്നെങ്കിൽ സംഭവിക്കുമായിരുന്നോ? നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗം മെച്ചപ്പെട്ടു എന്നെല്ലാവരും സമ്മതിക്കും. ഉന്നത വിദ്യാഭ്യാസ മേഖല വലിയ കുതിപ്പിലാണല്ലോ ഇപ്പോൾ നിൽക്കുന്നത്. നമ്മുടെ ഇവിടെയുള്ള MG യൂണിവേഴ്സിറ്റി ലോകത്തെ 500 സ്ഥാപനങ്ങളെടുത്താൽ അതിൽ ഒന്നായി മാറിയിരിക്കുന്നു. ആ രീതിയിൽ അഭിവൃദ്ധി നേടിയിരിക്കുന്നു. കേരള യൂണിവേഴ്സിറ്റി A++ നേടിയിരിക്കുന്നു. പല യൂണിവേഴ്സിറ്റികളും A+ നേടിയിരിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പലതും A+ നേടിയിരിക്കുന്നു. വലിയ കുതിപ്പ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വരുന്നു. ഇത് സ്വയംഭൂവായി ഉണ്ടായതാണോ? ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കതക്കാൻ പാടില്ല, കുതിപ്പ് വേണം എന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ശക്തരായ അക്കാദമിഷ്യൻസുമായി വൈസ് ചാൻസലർമാരുമായി ഗവൺമെൻറ് തന്നെ ചർച്ച ചെയ്ത കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ നീക്കങ്ങളാണ് പിന്നീട് യൂണിവേഴ്സിറ്റികൾ നടത്തിയത്. അതിന് അതിൻ്റേതായ ഫലം സൃഷ്ടിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. അവിടെ ഇനിയും കൂടുതൽ പണം ചെലവഴിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ യൂണിവേഴ്സിറ്റികൾ, നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എല്ലാം കാലത്തിനനുസരിച്ച് മാറേണ്ടതായിട്ടുണ്ട്. പശ്ചാത്തല സൗകര്യം വർദ്ധിക്കണം,
അവിടെയുള്ള കുട്ടികൾക്ക് ഏത് ഘട്ടത്തിലും ആ സ്ഥാപനത്തിലെ സൗകര്യങ്ങൾ ഉപയോഗിക്കാൻ കഴിയണം. അതിൽ ലൈബ്രറി ഉണ്ട്, ലാബുണ്ട്. അത് 10 മുതൽ 5 വരെയുള്ള സമയം മാത്രമായി ക്ലിപ്തപ്പെടുത്തേണ്ട ഒന്നല്ല. അപ്പോൾ അതിനനുസരിച്ച് സ്ഥാപനത്തിൻ്റെ പ്രവർത്തനത്തിൽ മാറ്റം വരണം, സൗകര്യങ്ങളിൽ മാറ്റം വരണം. കുട്ടികൾക്ക് താമസിച്ച് പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവണം. അതിനനുസരിച്ചിട്ടുള്ള പരിഷ്കരണങ്ങൾ വരണം. ആ പരിഷ്കരണങ്ങളിലേക്ക് നാടിപ്പോൾ നീങ്ങല്ലേ. നല്ല മാറ്റങ്ങൾ ആ രംഗത്ത് വരികല്ലേ. ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഹബ്ബായി കേരളം മാറാൻ പോവുകയല്ലേ. കഴിഞ്ഞ ദിവസം കേരളീയത്തിൻ്റെ ഭാഗമായി ഒരു പരിപാടി ഞങ്ങൾ സംഘടിപ്പിച്ചപ്പോൾ അതിലൊരു കൂട്ടർ സംഘടിപ്പിച്ച പരിപാടി ഇവിടെ പഠിക്കുന്ന വിദേശ വിദ്യാർത്ഥികളുടെ ഒരു സംഗമമായിരുന്നു. അവിടെ ചെന്നപ്പോൾ ആശ്ചര്യപ്പെട്ടു പോയി. കേരളത്തിൽ ഇത്രയധികം വിദേശ വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് എന്നുള്ളത് അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലാകുന്നത്. അത്രയധികം വിദേശ വിദ്യാർത്ഥികളായിരുന്നു അവിടെയുള്ളത്. എന്ന് പറഞ്ഞാൽ അത് വളരെ കൂടുതലാണെന്നല്ല. എന്നാൽ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ തന്നെ വിദേശ വിദ്യാർത്ഥികൾ വന്ന് പഠിക്കുന്നുണ്ട്. ഇതിൻ്റെ സൗകര്യങ്ങൾ വർദ്ധിക്കുമ്പോൾ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഹബ്ബായി കേരളത്തെ മാറ്റുമ്പോൾ നമ്മുടേതുപോലൊരു നാട്ടിൽ കൊതിയോടെ വന്ന് പഠിക്കാൻ മറ്റ് പ്രദേശങ്ങളിലെ വിദ്യാർത്ഥികൾ തയ്യാറാവില്ലേ? ആ നിലക്ക് ഉന്നത വിദ്യാഭ്യാസത്തെ ശക്തിപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഇപ്പോൾ വേണ്ട എന്ന നില അംഗീകരിച്ചതാണെങ്കിൽ വരുമായിരുന്നോ? മാറ്റങ്ങൾ ഈ തരത്തിൽ പ്രകടമല്ലേ? ആ മാറ്റങ്ങൾ ആ രീതിയിൽ നമ്മുടെ സംസ്ഥാനത്ത് തുറന്നും നടക്കണ്ടേ? ഇപ്പോൾ വന്നിട്ടുള്ള വിഷമം എന്താ? ഇതിനെല്ലാം തുറന്ന് പണം ചെലവിടണമല്ലോ. ആ പണം ചെലവിടുന്നതിന് ഞങ്ങൾക്ക് വന്നു ചേരുന്ന വിഷമം ചെറുതല്ല എന്നതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഇപ്പോൾ നാം കാണേണ്ടത് നമ്മുടെ സംസ്ഥാനത്തിന് കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള കുടിശ്ശിക അതുമാത്രം കണക്കാക്കിയാൽ 5637 കോടി രൂപയുണ്ടാവും. 5637 കോടി രൂപ കേരളത്തിൻ്റെ കയ്യിൽ കിട്ടേണ്ടതാണ്. കേരളം ചെലവിട്ട പണമാണ്. ആ ചെലവിട്ട പണം നമ്മുടെ കയ്യിൽ കിട്ടണം. അത് തരാതെ നമ്മളെ വിഷമിപ്പിക്കുന്ന അവസ്ഥയാണ്. ഈ 5632 കോടിയിലും നല്ല ഭാഗം ചെലവിട്ട് കഴിഞ്ഞല്ലോ. ആ ചെലവിട്ടത് നമ്മുടെ കയ്യിലുള്ള പണമാണ് ചെലവിട്ടത്. അത് കയ്യിൽ കിട്ടിയാലല്ലേ വേറെ രംഗത്ത് ചെലവിടാൻ പറ്റൂ. അപ്പോൾ നമ്മുടെ സാമ്പത്തിക രംഗത്ത് ശ്വാസം മുട്ടിക്കുന്നു എന്ന് പറയുന്നത് ഈ രീതിയിലാണ്. അതുപോലെ തന്നെ നമ്മുടെ പല വിധത്തിലുള്ള ഗ്രാൻറ്റുകൾ പലതരത്തിൽ നമ്മുടെ സംസ്ഥാനത്തെ ബുദ്ധിമുട്ടിക്കാനുള്ള നടപടിയാണ് സ്വീകരിച്ചു വരുന്നത്. അതിലുള്ള വലിയ കുറവാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. ഇവിടെ നാം കാണേണ്ടത് ഈ കഴിഞ്ഞ 7 വർഷം കൊണ്ട് 3 ഇനത്തിൽ കേരളത്തിന് വലിയ തോതിലുള്ള നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. അതിൽ ഒന്ന്, നമ്മുടെ സാധാരണഗതിയിൽ നികുതിയുടെ വിഹിതം നമുക്ക് കിട്ടണം. അതിപ്പോൾ തോന്നിയ പോലെയാണ്. ഇപ്പോൾ കഴിഞ്ഞ ഒരു ഘട്ടത്തിൽ കഴിഞ്ഞ മാസം GSTയുടെ വിഹിതം നമുക്ക് കിട്ടേണ്ടത് പെട്ടെന്നൊരു പ്രഖ്യാപനം, നിങ്ങൾക്ക് അത്രക്ക് അർഹതയില്ല എന്ന് പറഞ്ഞുകൊണ്ട്, എന്നിട്ട് അതങ്ങോട്ട് നിഷേധിക്കുകയാണ്. എന്താണ് കണക്ക്? ആരുടെയും മുന്നിൽ കണക്ക് പറയേണ്ടതില്ല. ഇതങ്ങ് തീരുമാനം അറിയിക്കുക മാത്രമേ വേണ്ടൂ. ആ ഒരു നിലയാണ്. ഒന്നും സുതാര്യമായല്ല നടത്തുന്നതെന്ന് അർത്ഥം. ഇതിൻ്റെ എല്ലാം ഭാഗമായി കേരളത്തിൻ്റെ കയ്യിൽ എത്തിച്ചേരേണ്ട പണത്തിൽ വരുന്ന കുറവ് അത് 1,07,513 കോടിയിൽ പരം രൂപയുടേതാണ്. 1,07,500 കോടിയിൽ പരം രൂപ 7 വർഷം കൊണ്ട് കേരളത്തിന് കിട്ടേണ്ടത് കിട്ടിയില്ല എന്ന് വന്നാൽ ഉണ്ടാകുന്ന ഒരു പ്രയാസം ആലോചിച്ച് നോക്കി. അത് കേരളത്തെ തീർത്തും ദുരിതത്തിലാക്കാനാണ്. നിങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകുമെന്നാണ് നോക്കുന്നത്. ഇതാണ് കേന്ദ്ര ഗവൺമെൻറ് സമീപനം. അത്തരം ഒരു സമീപനം കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുമ്പോൾ എന്തേ അതിനെതിരെ ശബ്ദിക്കാൻ UDF തയ്യാറാകാത്തത്? എന്തുകൊണ്ടാണ്? കേന്ദ്ര ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന BJPയുടെ അതേ മനസ്സ് കോൺഗ്രസിനുണ്ടായി വരുന്നത്.
ഒരു കേരള വിരോധ മനസ്സ് കോൺഗ്രസിന് എന്തിന് രൂപം കൊള്ളുന്നു? അതല്ലേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? അതിൻ്റെ ഭാഗമായല്ലേ ഇപ്പോ കേന്ദ്രത്തിന് നിവേദനം കൊടുക്കാൻ വീണ്ടും തീരുമാനിച്ചു. ഞങ്ങൾ ഈ കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിന്റെ തൊട്ട് മുൻപായി വിളിച്ച എംപിമാരുടെ യോഗത്തിൽ നേരത്തെ ദുരനുഭവമുണ്ട്, അവര് ഒപ്പിടാത്ത അനുഭവമുണ്ട്. എന്നാൽ വീണ്ടും അഭ്യർത്ഥിച്ചു, നിങ്ങളെല്ലാവരും കൂടി കാണണം. സമ്മതിച്ചു. ഇപ്പോൾ നിവേദനം തയ്യാറാക്കിയപ്പോൾ പറയാണ്, ഞങ്ങൾ നിവേദനത്തിൽ ഒപ്പിടണമെങ്കിൽ കേരളത്തിലെ ഗവൺമെന്റ് കെടുകാര്യസ്ഥയാണ് കാണിക്കുന്നത് എഴുതി വെക്കണം. എങ്ങനെയുണ്ട്? കേരളത്തിലെ ധനവകുപ്പ് കാര്യങ്ങൾ കാര്യക്ഷമമായല്ല നിർവഹിക്കുന്നത് എന്ന് എഴുതി വെച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ന്യായീകരിക്കണം എന്നർത്ഥം. പിന്നെ കേന്ദ്ര ഗവൺമെന്റിനോട് എന്താ ആവശ്യപ്പെടാനുള്ളത്? ഇവിടുത്തെ ദുരിതങ്ങൾക്കെല്ലാം കേരള ഗവൺമെന്റാണ് ഉത്തരവാദി എന്ന് UDF എങ്ങനെയാണ് പറയുന്നത്? എന്തടിസ്ഥാനത്തിലാണ്? എന്താണ് അതിൻ്റെ മനോഭാവം? ആ മനോഭാവം കേന്ദ്ര ഗവൺമെന്റിനെ കുറ്റപ്പെടുത്താൻ തയ്യാറല്ല. കേന്ദ്ര ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുന്ന BJPയുടെ മനസ്സിൽ നേരിയ വിഷമം പോലും ഉണ്ടാകരുത്. എന്തിനാണ് അങ്ങനെ ഒരു നേരിയ പ്രയാസം പോലും അവരുടെ മനസ്സിൽ ഉണ്ടാകരുത് നിർബന്ധം ഇവിടെ കോൺഗ്രസ് നേതൃത്വത്തിന്? അതല്ലേ സംഭവിക്കുന്നത്? നമ്മൾ ഈ കാര്യങ്ങൾ ഗൗരവമായി കാണേണ്ടതാണ്. എന്തുകൊണ്ട് കേന്ദ്രത്തെ ശക്തമായി എതിർക്കാൻ കഴിയുന്നില്ല? എന്താണ് അവർക്ക് തടസ്സം? കേരളത്തിൻ്റെ ശബ്ദം അവിടെ ഉയർന്നു കേൾക്കുന്നില്ലല്ലോ. നമ്മൾ ഇവിടുന്ന് 20-ൽ 18 എംപിമാരല്ലേ UDFന്റെ ഭാഗമായിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനം കോൺഗ്രസ് ആണല്ലോ. ഇവരാകെ ഏതെങ്കിലും ഒരാൾ ഏതെങ്കിലും ഘട്ടത്തിൽ കേരളത്തിന് വേണ്ടി ശബ്ദിച്ചോ? കേന്ദ്രം നമുക്കെതിരെ വിവേചനം കാണിക്കുമ്പോൾ അതിനെ എതിർത്തോ? ഇതൊന്നും ഒരു ഘട്ടത്തിലും ഉണ്ടായില്ലല്ലോ. എന്നാൽ കേരളത്തെ അപകീർത്തിപ്പെടുത്താൻ എന്തൊക്കെ ചെയ്യണോ അതൊക്കെ ചെയ്യല്ലോ. അതാണല്ലോ ചെയ്തിട്ടുള്ളത്. ഇപ്പോഴും അതാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണല്ലോ നേരത്തെ പറഞ്ഞ ഗാന്ധി പ്രതിമയുടെ മുന്നിലെ സത്യാഗ്രഹം. നേരത്തെ ഓർമ്മയില്ലേ, ശബരിമലയിലേക്ക് ആരും വരാൻ പാടില്ല എന്നായിരുന്നു ക്യാമ്പയിൻ. ആരും വരരുത്, ആരും കാണിക്കരുത് എന്ന് ക്യാമ്പയിൻ നടത്തിയവരായിരുന്നു ഇവര്. ഇപ്പോ നല്ല രീതിയിൽ ആൾ വരുന്നതെന്ന് കാണുമ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് തെറ്റായ പ്രചരണം നടത്തി ഒരു തെറ്റായ ചിത്രീകരണം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. അതേതിൻ്റെ ഭാഗമാണ്? ഇതിനെല്ലാം പുറമെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കേരളത്തിൻ്റെ ശബ്ദം പാർലമെന്റിൽ മുഴങ്ങാറുണ്ടായിരുന്നല്ലോ. ആ ശബ്ദം ഈ കഴിഞ്ഞ ടേമിൽ ഉയർന്നോ? മതനിരപേക്ഷത സംരക്ഷിക്കേണ്ട കാര്യം, ആ മതനിരപേക്ഷത സംരക്ഷിക്കാൻ ശരിയായ രീതിയിൽ കേരളത്തിൻ്റെ ശബ്ദം ഉയർന്നോ? മതനിരപേക്ഷത സംരക്ഷിക്കണമെങ്കിൽ വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കണം. വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കാൻ ഏതെങ്കിലും ഘട്ടത്തിൽ കോൺഗ്രസിന് കഴിയാറുണ്ടോ? അതല്ലേ ശബ്ദം പൊങ്ങാതിരുന്നത്. 20-ൽ 18 പേര്, ഇവിടുന്നുള്ള LDF എംപിമാർ ആകെ 2. അപ്പോൾ ആ ശബ്ദത്തിന് പരിമിതി ഇരുന്നില്ലേ? ലോക്സഭയിലെ കാര്യം അതല്ലേ നടന്നത്? ഇതിൻ്റെ പ്രയാസം നമ്മൾ കാണണ്ടേ? എന്തുകൊണ്ടാണ് കോൺഗ്രസിന് ശബ്ദം പൊങ്ങാത്തത്? കോൺഗ്രസിന്റെ രീതി എന്താണ്? ഇപ്പോൾ കമൽനാഥിന്റെ രീതി കണ്ടില്ലേ? നരേന്ദ്രമോദി അയോധ്യയില് പൂജ നടത്തുമ്പോൾ അതിന് മറുപടി കമൽനാഥിൻ്റെത് എങ്ങനെയാ? പൂജ വീട്ടിൽ നടത്തിയിട്ട് BJPയുടെ അതേ രീതിയിൽ മറുപടി കൊടുക്കുകയാണ്. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മൂർധന്യ ദശ, അപ്പോഴ് കമൽനാഥിന്റെ പ്രഖ്യാപനം, രാമക്ഷേത്രത്തിന്റെ ക്രെഡിറ്റ് BJP ഒരു തരത്തിലും അവകാശപ്പെടേണ്ട, അത് മുഴുവനായും രാജീവ് ഗാന്ധിക്കുള്ളതാണ്. എങ്ങനെയുണ്ട്? എന്താണ് BJP രീതിയിൽ നിന്ന് വ്യത്യാസം? BJPയുടെ അതേ രീതി സ്വീകരിച്ചുകൊണ്ട് മതനിരപേക്ഷത സംരക്ഷിക്കാനാവുമോ? ഇപ്പോൾ ഛത്തീസ്ഗഡ് കോൺഗ്രസ് നേതൃത്വമുള്ള ഗവൺമെന്റ് ആയിരുന്നില്ലേ? അവിടുത്തെ ആദിവാസികൾ, ഇന്ത്യയിലെ ന്യൂനപക്ഷ വിഭാഗം
മണിപ്പൂരിലേതുപോലെ ക്രൈസ്തവ വിഭാഗം അവർക്ക് നേരെ മതമാറ്റ ആരോപണമടക്കം ഉയർത്തിക്കൊണ്ട് വ്യാപകമായി ആക്രമണം നടന്നില്ലേ അവിടെ? ആ ഛത്തീസ്ഗഡിലെ ഗവൺമെന്റ് എന്തെങ്കിലും ചെയ്തോ? ഒരു നടപടിയും എടുത്തില്ലല്ലോ. ഫലത്തിൽ ആക്രമണം നടത്തിയവരുടെ കൂടെ നിൽക്കുന്ന സമീപനമല്ലേ സ്വീകരിച്ചത്? ആ വികാരം ഈ തെരഞ്ഞെടുപ്പിൽ ഉയർന്നു വന്നില്ലേ? മറ്റു കാരണങ്ങളുണ്ട്, പക്ഷേ ഇതൊരു പ്രധാന കാരണമായിരുന്നില്ലേ? നേരത്തെ കോൺഗ്രസിനോടൊപ്പം നിന്ന വിഭാഗം കോൺഗ്രസിന്റെ കൂടെ നിൽക്കാൻ തയ്യാറാകാത്ത നിലയുണ്ടായില്ലേ? ഇത് കേരളത്തിന് പുറത്ത് പലതും സംഭവിക്കുന്നുണ്ടല്ലോ. കേരളം വേറൊരു സ്ഥലമായതുകൊണ്ട്, ഇവിടുത്തെ മതനിരപേക്ഷതാ ബോധം വളരെ വലുതായതുകൊണ്ട്, മതനിരപേക്ഷത സംരക്ഷിക്കാൻ വേണ്ടി LDF ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നതുകൊണ്ട്, നമ്മുടെ സമൂഹത്തിൻ്റെ പൊതുബോധം മതനിരപേക്ഷതാ ബോധമായതുകൊണ്ട്, അതോടൊപ്പം മതനിരപേക്ഷതയെ അപകടപ്പെടുത്താനുള്ള എന്തെങ്കിലും നീക്കമുണ്ടായാൽ LDF സർക്കാർ വിട്ടുവീഴ്ചയില്ലാത്ത കർക്കശ നടപടികൾ സ്വീകരിക്കുമെന്നുള്ളത് കൊണ്ട് ഇവിടെ പ്രശ്നങ്ങളില്ല. എന്നാൽ അതാണോ കേരളത്തിന് പുറത്തുള്ള സ്ഥിതി? ആ കേരളത്തിന് പുറത്തുള്ള കോൺഗ്രസ്സുകാരുടെ ആ മനോഭാവമല്ലേ ഇവിടുന്ന് പോകുന്ന കോൺഗ്രസ്സുകാരും സ്വീകരിച്ചത്? അതുകൊണ്ടല്ലേ മതനിരപേക്ഷതയുടെ ഭാഗമായുള്ള മതനിരപേക്ഷതയുടെ സംരക്ഷണത്തിൻ്റെതായ ശബ്ദം വർഗീയതയെ വിട്ടുവീഴ്ചയില്ലാതെ എതിർക്കുന്ന രീതിയിൽ ലോക്സഭയിൽ പാർലമെന്റിൽ ഉയരാതിരുന്നത്? ഇടതുപക്ഷത്തിന്റെ പ്രാതിനിധ്യം കുറഞ്ഞു പോയതിൻ്റെ ഒരു പ്രത്യേക അവസ്ഥ നമ്മൾ കണ്ടതല്ലേ? ഇപ്പോ ഇത് ബഹിഷ്കരിക്കുന്നു. എന്താ ന്യായം? കേരളം രക്ഷപ്പെടേണ്ട എന്നുള്ളത് തന്നെ, കേരളത്തിന് ഒരു നീതിയും കിട്ടേണ്ടതില്ല എന്നുള്ളത് തന്നെ, കേരളം മുന്നോട്ട് പോകേണ്ടതില്ല എന്നുള്ളത് തന്നെ. എന്നാൽ ജനങ്ങൾ അവിടെയാണോ നിൽക്കുന്നത്? UDF ബഹിഷ്കരിച്ചപ്പോൾ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ പൂർണ്ണ മനസ്സോടെ നവകേരള സദസ്സ് ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് വലിയ തോതിൽ ഒഴുകിയെത്തുന്നതാണ് ഞങ്ങളുടെ അനുഭവം. ഇവിടെ ഇത്തരം വേദികളിലെത്തുന്ന 10,000 മാത്രമല്ല, ഞങ്ങൾ സഞ്ചരിക്കുമ്പോൾ കാണുന്ന റോഡ് സൈഡിൽ, ചെറിയ പട്ടണങ്ങളിൽ, വീടുകളുടെ മുന്നിൽ എല്ലാം ആളുകൾ തടിച്ചുകൂടുകയാണ്. ആയിരങ്ങളാണ് റോഡിൻ്റെ സൈഡുകളിൽ ഇങ്ങനെ നിൽക്കുന്നത്. അവര് ഇത്തരം വേദികളിൽ വരാത്തവരാണ്, അവിടെ കഴിയുന്നവരാണ്. പക്ഷേ അവിടുന്ന് പെട്ടെന്ന് ഓടിയെത്തി ഞങ്ങളെ അഭിവാദ്യം ചെയ്യുകയാണ്. ഈ നാടിനോടുള്ള അദമ്യമായ വികാരം അതാണ്. ഈ നാട്, എൻ്റെ നാട് തകർന്നുകൂടാ എന്ന ബോധ്യം. ഇവരുടെ ബഹിഷ്കരണം കൂടി വന്നപ്പോൾ വാശിയോടെ തന്നെ അവര് രംഗത്തിറങ്ങുകയാണ്. എല്ലാ വിഭാഗവുമാണ്, ഏതെങ്കിലും ഒരു വിഭാഗമല്ല. ഇവിടെ എത്തിയതും എല്ലാ വിഭാഗവുമാണ്, എല്ലാ കേന്ദ്രങ്ങളിലും എത്തുന്നതും എല്ലാ വിഭാഗവുമാണ്. നാട് ഒന്നിച്ച് ഇതിനെതിരെ അണിനിരക്കുകയാണ്. അവര് കൃത്യമായി നാടിനൊരു സന്ദേശം നൽകുന്നു. നമ്മുടെ നാട് ഇത്തരമൊരു പ്രതിസന്ധി നേരിടുന്നു. അത് കണ്ടുകൊണ്ട് ഞങ്ങളിതാ ഇറങ്ങിയിരിക്കുന്നു. നാളെ നിങ്ങളും, ബാക്കിയുള്ള സ്ഥലങ്ങളിലുള്ളവരോട് പറയാണ്, നാളെ നിങ്ങളും ഇറങ്ങുക എന്ന്. അതാണ് അവര് നാടിന് നൽകുന്ന സന്ദേശം. സർക്കാരിന് അതേസമയം ഗൗരവപൂർവമായ സന്ദേശം നൽകുകയാണ്. നിങ്ങൾ ധൈര്യമായി മുന്നോട്ട് പോയിക്കോ, ഞങ്ങളുണ്ട് കൂടെ. ആ സന്ദേശം ഞങ്ങൾക്ക് കൂടുതൽ കരുത്ത് പകരുന്നതാണ്. ആ സന്ദേശം നൽകുന്ന ജനങ്ങൾക്ക് നന്ദി നന്ദി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ.